പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൃദ്ധമായി നിറഞ്ഞിരിക്കട്ടെ. വിശുദ്ധ 15 നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് ദൈവകൃപയാൽ നാം എത്തി നിൽക്കുകയാണ്. അതിന് നമുക്ക് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ഈ അനുഗ്രഹീതമായ തിങ്കളാഴ്ചയുടെ ഈ സന്ധ്യായാമത്തിൽ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒരു നിമിഷം മാറി ദൈവസന്നിധിയിൽ നിശബ്ദരായിരിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് സ്വർഗം നൽകിയ ഈ വലിയ സമയത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. 15 നോമ്പ് എന്നത് ഭക്ഷണത്തിൽ മാത്രം നിയന്ത്രണം പാലിക്കുന്ന ഒരു കാലമല്ല. ഹൃദയത്തെ ദൈവത്തിനായി ഒരുക്കുന്ന ഒരു വിശുദ്ധ യാത്രയാണിത്. ഈ നോമ്പ് കാലത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശ്വാസവും വിനയവും അനുസരണവും പ്രാർത്ഥനാ ജീവിതവും ഇവ മാതൃകയാക്കി നമ്മുടെ ആത്മാവിനെ നവീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഓരോ വിശുദ്ധമായ നോമ്പും നമ്മെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണോ? ഭക്ഷണം കുറയ്ക്കുന്നത് എളുപ്പമാണ്, എന്നാൽ കോപം നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ അഹങ്കാരം ഉപേക്ഷിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? യഥാർത്ഥ നോമ്പ് ഇവിടെയാണ് ആരംഭിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നോക്കൂ. അവൾ ഒരിക്കലും സ്വയം ഉയർത്തിയില്ല. അവൾ ദൈവത്തെ മാത്രമാണ് ഉയർത്തിയത്. അതുകൊണ്ടാണ് അവളുടെ ഹൃദയം കൃപയാൽ നിറഞ്ഞത്. ഇന്നത്തെ ഈ സന്ധ്യയിൽ നമ്മുടെ ഹൃദയവും ഒരു ദേവാലയമാകട്ടെ. അവിടെ പരാതികൾക്ക് പകരം സ്തുതി ഉയരട്ടെ, ഭയത്തിനു പകരം വിശ്വാസം വളരട്ടെ, നിരാശയ്ക്ക് പകരം പ്രത്യാശ വിരിയട്ടെ, പകയ്ക്ക് പകരം ക്ഷമ പൂത്തുലയട്ടെ. പ്രിയ ദൈവമക്കളെ, അനുഗ്രഹീതമായ നോമ്പിൻ്റെ ഈ 3-ാം ദിവസം പരിശുദ്ധ സഭ നമ്മെ സ്ഥിരത പഠിപ്പിക്കുന്നു. വിശുദ്ധ നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ആവേശം കാണിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അതേ തീഷ്ണത നിലനിർത്തുകയാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. ദൈവം വലിയ കാര്യങ്ങളിൽ മാത്രമല്ല കാണുന്നത്, ഓരോ ചെറിയ വിശ്വസ്തതയും അവിടുന്ന് കാണുന്നുണ്ട്. രാവിലെ നാം ചെയ്ത ചെറിയൊരു പ്രാർത്ഥന, ഒരാൾക്ക് നാം നൽകിയ ഒരു ആശ്വാസ വാക്ക്, ഒരു വിശക്കുന്നവന് നാം നൽകിയ ഒരു നേരത്തെ ഭക്ഷണം, മനസ്സിൽ നിന്ന് നാം നൽകിയ ഒരു ക്ഷമ, ഇവയെല്ലാം സ്വർഗത്തിൽ വിലപ്പെട്ട നിധികളാണ്. നമ്മുടെ ഭവനങ്ങൾ ഇന്ന് പ്രാർത്ഥനയുടെ ഭവനങ്ങളായി മാറട്ടെ. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന വീടുകളിൽ പ്രത്യാശയുണ്ടാകും. കുടുംബമായി പ്രാർത്ഥിക്കുന്ന വീടുകളിൽ സമാധാനം നിറയും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ക്ഷണിക്കുന്ന വീടുകളിൽ അനുഗ്രഹം നിറയും. ഈ വിശുദ്ധ നോമ്പ് കാലത്ത് ഓരോ രാത്രിയും ഏറ്റവും കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും കുടുംബമായി നമുക്കൊരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കാം. കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ മാറുന്ന ഹൃദയമാണ് ഏറ്റവും വലിയ അത്ഭുതം. പരിശുദ്ധ ദൈവമാതാവ് എപ്പോഴും തൻ്റെ പുത്രനായ യേശുവിങ്കിലേക്ക് നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ വിശുദ്ധ നോമ്പിൽ പരിശുദ്ധ മാതാവിൻ്റെ കൈ പിടിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കൂടുതൽ അടുത്തു ചെല്ലാം. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധിയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ധ്യാനിക്കാം. കരുണയും ദയയും നിറഞ്ഞ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീത സന്ധ്യാസമയത്ത് ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അങ്ങയുടെ മുൻപിൽ ഏറ്റുപറയുന്നു. ചിന്തകളാലും വാക്കുകളാലും പ്രവൃത്തികളാലും
വീഴ്ചകളാലും ഞങ്ങൾ ചെയ്ത സകല പാപങ്ങളും തമ്പുരാനെ അങ്ങയെ ദുഃഖിപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഈ പരിശുദ്ധ 15 നോമ്പ് യഥാർത്ഥ ഒരു മാനസാന്തരത്തിൻ്റെ കാലമായി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും വളർത്തണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകണമേ. യുവജനങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈ പരിശുദ്ധ നോമ്പ് കൂടുതൽ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ചെലവഴിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ സമാധാനം നിറയ്ക്കണമേ. അങ്ങയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ എന്നും മൂടിക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.